ഹായ് ഗായ്സ്, ലൈഫ് വിത്ത് വീണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നല്ല ചൂരമീൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഫ്രഷ് ചൂരമീൻ കിട്ടിയപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ വിചാരിച്ചു എന്നും കറിയും ഫ്രൈ അല്ലേ ഉണ്ടാക്കുന്നത്, എന്തെങ്കിലും ഒന്ന് മാറ്റി പിടിക്കാം. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് എന്തോ ഉണ്ടാക്കും, പ്രത്യേകിച്ച് ഇങ്ങനെ ഇതുവരെ ഞാൻ ഉണ്ടാക്കാത്തതായിട്ട് എന്തോ ഉണ്ടാക്കും. അങ്ങനെ വിചാരിച്ച് ഞാൻ നോക്കിയപ്പോഴാണ് എങ്കിൽ പിന്നെ കൊണ്ടാട്ടം ഉണ്ടാക്കാം, ചൂരമീൻ കൊണ്ടാട്ടം. ഞാൻ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, സംഭവം വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് പറയത്തില്ലായിരുന്നു, കിട്ടില്ലൻ ടേസ്റ്റായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയായിരുന്നു എങ്കിലും ഞാൻ എൻ്റെ വീഡിയോ എടുത്തു വെച്ചു. സംഭവം കൊള്ളാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറയത്തില്ലായിരുന്നു, കിടുക്കാച്ച ടേസ്റ്റായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ ഫുള്ള് കാണുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കേട്ടല്ലോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഫിഷ് നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഫിഷ് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് കുറച്ച് ജിഞ്ചറും ഗാർലിക്കും കുറച്ച് പെപ്പർ, പിന്നെ കുറച്ച് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇവയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഈ മസാല നമ്മുടെ ഈ ചൂരമീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു മിനിമം ഒരു 10-15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ സ്റ്റൗവിലേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് എണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് അതിന് മുകളിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷും എടുത്തിടുക. എനിക്ക് കുറേ നേരമൊന്നും അങ്ങനെ വെയിറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 10 മിനിറ്റ് മാത്രമേ ഫിഷ് മാരിനേറ്റ് ചെയ്ത് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചുള്ളൂ. പക്ഷേ ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ഫിഷ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഈ ഫിഷെല്ലാം വേറൊരു ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം ഈ പാനിലേക്ക് തന്നെ ആ ഓയിലിലേക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതിടുക, കുറച്ച് ജിഞ്ചർ, ഗാർലിക്ക്, കുറച്ച് കറിവേപ്പില ഇവയെല്ലാം ഇട്ട് ആ എണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഫിഷും കൂടി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കിടുക്കാച്ചി മീൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇത് ചൂരമീനിൽ മാത്രമല്ല, വേറെ നല്ല മാംസമുള്ള നല്ല ഏത് മീനിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ചൂരമീനാണ് കിട്ടിയത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏത് മീനിൽ നമുക്ക് ചെയ്യാം. അധികം മുള്ളൊന്നും ഇല്ലാത്ത മീനിൽ നമുക്കിത് പരീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കുക, പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായാൽ നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, നിങ്ങൾ ഇനിയും ചെയ്യും. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.